ഹായ് ഓൾ, നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 25,000 രൂപയ്ക്ക് താഴെയുള്ള ഏറ്റവും കിടിലനായിട്ടുള്ള കുറച്ച് ഫോണുകളാണ്. നിങ്ങളിൽ പല ആളുകളും സാംസങ് ഉപയോഗിക്കുന്നവരാകാം, ഓപ്പോ ഉപയോഗിക്കുന്നവരാകാം, വിവോ ആകാം. നമ്മൾ ഈ വീഡിയോയിൽ ഈ 25,000 രൂപയ്ക്ക് താഴെ ഈ പറഞ്ഞ എല്ലാ ബ്രാൻഡുകളിലും, അതായത് ഈ ടോപ്പ് നിൽക്കുന്ന എല്ലാ ബ്രാൻഡുകളുടെയും ഏറ്റവും കിടിലനായിട്ടുള്ള ഫോൺസാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് തുടങ്ങാം. നമ്മുടെ ആദ്യത്തെ ഫോൺ നമ്മൾ നോക്കാൻ പോകുന്നത് ഓപ്പോൻ്റെ K13 5G ആണ്. ഈ ഫോണിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 7000 mAh ബാറ്ററിയാണുള്ളത്. അതുപോലെ 80 വോട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും. നമ്മളിത് എങ്ങനെ നോക്കിയാലും നമുക്കൊരു 1.5 ദിവസത്തോളം നമുക്ക് ബാറ്ററി ലൈഫ് കിട്ടും. മാത്രമല്ല, നമുക്കൊന്ന് ഫാസ്റ്റ് ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കുത്തി വെച്ച് കഴിഞ്ഞാൽ ഒരു 40 മിനിറ്റ് കൊണ്ട് ഈ ഫോൺ ഫുള്ളായിട്ട് അങ്ങ് ചാർജ് ആവും. പിന്നെ ഇതിന് IP65 റേറ്റിംഗ് ഉണ്ട്. അതായത് അത്യാവശ്യം വെള്ളവും പൊടിയും ഒന്നും കൊണ്ടാൽ അതിന് പ്രശ്നമില്ല, അത്ര തന്നെ. പിന്നെ ക്യാമറ വരുന്നത് ഒരു ഡീസൻറ്റ് ക്യാമറയാണ്. ഇതിൻ്റെ പ്രൊസസ്സർ വരുന്നത് Snapdragon 6 Gen 4 ആണ്. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള പ്രൊസസ്സറാണ്. മൊത്തത്തിൽ വെച്ച് നോക്കുമ്പോൾ ആ ഒരു പ്രൈസിന് വെർത്തായിട്ടുള്ളൊരു ഫോണാണിത്. നമ്മൾ രണ്ടാമതായിട്ട് നോക്കാൻ പോകുന്ന ഫോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ക്യാമറ ഫോണാണ്. അതായത് വിവോൻ്റെ ഫോണാണ്. വിവോൻ്റെ T4R 5G എന്ന് പറഞ്ഞ ഫോണാണ് നമ്മൾ നോക്കുന്നത്. ഈ ഫോണിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കേർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്, ആമോലെഡ് ഡിസ്പ്ലേ ആണ്. ഇതിന് IP6869 എന്ന് പറഞ്ഞ സർട്ടിഫിക്കേഷൻ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ഈ ഡസ്റ്റും അതുപോലെ തന്നെ വാട്ടറും റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. പിന്നെ ഇതിൻ്റെ ഫോട്ടോസ് നമ്മൾ ഈ പറഞ്ഞ ലിസ്റ്റിൽ പറയുന്ന എല്ലാ ഫോണുകളിലും ഏറ്റവും ബെസ്റ്റായിട്ട് ഒരു ഫോട്ടോ ഉള്ളൊരു ക്യാമറയാണ് ഈ പറഞ്ഞ ഈ വിവോൻ്റെ ഫോണിൻ്റെ. അതുപോലെ ഇതിൻ്റെ പ്രൊസസ്സർ എന്ന് വെച്ച് കഴിഞ്ഞാൽ Dimensity 7400 ആണ്. അതായത് MediaTekൻ്റെ ഒരു പ്രൊസസ്സറാണ്. അത്യാവശ്യം നല്ല പ്രൊസസ്സറാണ്. ഈ പറഞ്ഞ പ്രൈസ് റേഞ്ചിലെല്ലാം ഈ പറഞ്ഞ പ്രൊസസ്സറാണ് ഉപയോഗിക്കുന്നത്. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് സാംസങ്ങിൻ്റെ ഒരു ഫോണാണ്. അതായത് സാംസങ് M56 എന്ന് പറഞ്ഞ ഫോൺ. ഈ ഒരു ഫോണിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പ്രീമിയം ലുക്കാണ്. നമുക്കൊരു ബഡ്ജറ്റ് പ്രൈസിൽ ഒരു പ്രീമിയം ലുക്കുള്ള ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഈ സാംസങ്ങിൻ്റെ ഈ ഫോൺ എന്തായാലും ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കിക്കോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും ഗ്ലാസ് ആണ് വരുന്നത്. എക്സിനോസിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ചിപ്സെറ്റാണ് വരുന്നത്. ക്യാമറ അത്യാവശ്യം ഡീസൻറ്റ് ക്യാമറയാണ്. അതുപോലെ ബാറ്ററി വരുന്നത് 5000 mAh ആണ്. അതും നല്ലതാണ്. പിന്നെ ആകെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാംസങ്ങിൻ്റെ ഫോണാണ്. ഈ പറഞ്ഞ ഫോൺ മേടിക്കുമ്പോൾ നമുക്ക് ചാർജർ കിട്ടില്ല. അപ്പോൾ അത് നമ്മൾ സെപ്പറേറ്റ് മേടിക്കേണ്ടി വരും. അടുത്ത് നമ്മൾ പറയാൻ പോണ ഫോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വെറൈറ്റി ഫോണാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലും പ്രധാനമായിട്ടും വരുന്നത് ഇതിൻ്റെ ലുക്സാണ്. നമ്മൾ ഈ നത്തിങ്ങിൻ്റെയിലൊക്കെ ബാക്കിൽ ലൈറ്റ് കത്തൂലേ, ആ ഒരു ലെവൽ ഓഫ് ലൈറ്റും അതുപോലെ അടാറ് ലുക്കും ഉള്ളൊരു ഫോൺ. അതായത് ഇൻഫിനിക്സിൻ്റെ GT30 എന്ന് പറഞ്ഞ ഫോൺ. ഇത് ആക്ച്വലി മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു ഡീസൻറ്റ് ഫോണാണ്. അത്യാവശ്യം മണിക്ക് ആ കൊടുക്കുന്ന പൈസയ്ക്ക് വെർത്താണ്. പക്ഷേ ഇതിന് മെയിൻ പ്രധാനമായിട്ടുള്ളത് ലുക്ക് തന്നെയാണ്. നമ്മളിനി അടുത്തതായിട്ട് നോക്കാൻ പോകുന്ന ഫോൺ റിയൽമിയുടെ ഒരു ഫോണാണ്. അതായത് Realme P4 എന്ന് പറഞ്ഞ ഫോൺ. ഈ ഫോൺ എങ്ങനെ നോക്കിയാലും നമുക്ക് ആ പൈസയ്ക്ക് വെർത്താണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 7000 mAhൻ്റെ ബാറ്ററി ഉണ്ട്, 80 വോൾട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്, കേർവ്ഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്, 120 Hz വരുന്നുണ്ട്, അതുപോലെ ആമോലെഡ് ഡിസ്പ്ലേ ഉണ്ട്. എങ്ങനെ നോക്കിയാലും അത്യാവശ്യം നല്ല ഫോണാണ്, ഡീസൻറ്റ് ക്യാമറയാണ്, നമുക്ക് ധൈര്യമായിട്ട് മേടിക്കാം. പക്ഷേ ഈ ഫോണിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോൺ 6GB വേരിയൻറ്റും വരുന്നുണ്ട്, 8GB വേരിയൻറ്റും വരുന്നുണ്ട്. പരമാവധി 8GB എടുക്കാൻ നോക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 6GB ഒക്കെ നമ്മുടെ ഇപ്പോഴത്തെ കാലത്ത് ഭയങ്കര ഫാസ്റ്റായിട്ട് ഓരോ സോഫ്റ്റ്വെയർസ് അപ്ഡേറ്റ് വരുന്നത്, ഓരോ ആപ്ലിക്കേഷനും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളപ്പോൾ ഈ 6GB എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് കാലം കഴിയുമ്പോഴേക്കും ഫോൺ ശരിക്കും ലാഗ് ആവാൻ സാധ്യതയുണ്ട്. പരമാവധി 8GB എടുക്കാൻ നോക്കാം. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു പ്രോപ്പർ ഗെയിമിംഗ് ഫോണാണ്. അതായത് Realme P3 Ultra എന്ന് പറഞ്ഞത്. ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാം ഡീസൻ്റ് ആയിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഇതിൻ്റെ പ്രൊസസ്സറാണ്. അതായത് Dimensityയുടെ 8350 എന്ന് പറഞ്ഞൊരു പ്രൊസസ്സറാണ് ഇതിൻ്റെ അകത്തുള്ളത്. അതായത് നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രൊസസ്സർ കിട്ടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കാര്യമാണ്. നമുക്കിപ്പോൾ ഉള്ള ആൻഡ്രോയിഡിൽ കളിക്കാൻ പറ്റുന്ന എല്ലാ ഗെയിംസും നമുക്ക് ഈ ഫോണിൽ കളിക്കാൻ പറ്റും. വളരെ സ്മൂത്തായിട്ട് നമുക്ക് BGMIയോ അല്ലെങ്കിൽ ഫ്രീ ഫയറോ അങ്ങനെ ഒട്ടുമിക്ക ഗെയിംസും, ഒട്ടുമിക്ക എന്നല്ല എല്ലാ ഗെയിംസും നല്ല വൃത്തിക്ക് കളിക്കാൻ പറ്റുന്ന ഒരു ഫോണാണ് ഇത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുപോലത്തെ വീഡിയോസ് ഇനി കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നന്ദി.